ഹായ് ഫ്രണ്ട്സ്, ട്രാവലർ സെർജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് 2023 മോഡൽ ടൊയോട്ടയുടെ ഫോർച്യൂണർ എന്ന് പറഞ്ഞ മാറ്റാണ്. ഇത് ആക്ച്വലി ഒരു 4x2 ഓട്ടോമാറ്റിക് വാഹനമാണിത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ചെറിയൊരു ഷോർട്ട് റിവ്യൂ ആണിത്. മുമ്പും പലതവണ ഓടിച്ചിട്ടുണ്ട്, പക്ഷേ റിവ്യൂ ചെയ്യാൻ ഇപ്പോഴാണ് കിട്ടിയത്. അടിപൊളി സാധനമാണിത്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഞാൻ മുമ്പും പലവണ പറഞ്ഞിട്ടുണ്ട്, എഫേർട്ട്ലെസ് ഡ്രൈവിംഗ് ശരിക്കും നമുക്ക് അറിയണമെങ്കിൽ ഈ ഒരു വാഹനത്തിൽ കയറിയാൽ മതി. ആക്ച്വലി എഞ്ചിൻ്റെ അത് വലിയ ഡിഫറൻസ് ഒന്നും തോന്നിയില്ല, കുറച്ചുകൂടെ പവർഫുൾ ആണെന്ന് തോന്നിയിട്ട് ഇന്നോവ ക്രിസ്റ്റയായിട്ട് മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നോവ ക്രിസ്റ്റയുടെ ആ ഒരു വാഹനത്തിൻ്റെ കംപ്ലീറ്റ് റിവ്യൂ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കാണാൻ പറ്റും. ഈ ഒരു വാഹനത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ വളരെ ഷോർട്ടായിട്ട് പറയാം. 2023 മോഡൽ 4x2 ഓട്ടോമാറ്റിക് വാഹനമാണിത്. അപ്പം 46,000 കിലോമീറ്റർ ഓടിയ ഒരു വാഹനമാണിത്. 2017 മുതലുള്ള വാഹനങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് വെന്റിലേറ്റഡ് സീറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഇന്റീരിയർ ആണ് വരുന്നത്. പിന്നെ ഈ ഒരു വാഹനം നമ്മുടെ സ്വന്തം അളിയൻ്റെ വണ്ടിയാണ്. ഈ വാഹനത്തിൻ്റെ നമ്പർ ഉണ്ടല്ലേ, TN74 BF5555 ഫാൻസി നമ്പറാണ്. അത് മാത്രമല്ല ഫാൻസി നമ്പർ പ്ലേറ്റും കൂടി ഈ ഒരു വാഹനത്തിനുണ്ട്. ഇപ്പം നിങ്ങൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഫ്ലാഗൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പറക്കുന്ന വണ്ടിയാണത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വരണം. പിന്നെ ഇതിപ്പോൾ നിലവിൽ കർണാടകയിൽ വന്നുകൊണ്ട് ആ ഫ്ലാഗ് ഇവിടെ വെക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ കവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് കവർ ചെയ്ത് വെച്ചാൽ വലിയ പ്രശ്നമൊന്നുമില്ല. കേരളത്തിലാണെങ്കിൽ ഇതൊരു പ്രശ്നമായതിനെ. അവർ ഭാഗ്യം ചെയ്തവരായതുകൊണ്ട് തന്നെ കേരളത്തിലല്ല ജനിച്ചത്, തമിഴ്നാട്ടിലാണ് ജനിച്ചത്. അതുകൊണ്ട് ഇതൊന്നും അവിടെ ഒരു പ്രശ്നമല്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബമ്പറും കാര്യങ്ങളൊന്നും മാറ്റിയിട്ടൊന്നുമില്ല. പക്ഷേ ഈ ഒരു ഫോഗ് ലാമ്പിൻ്റെ ഈ ഒരു ലാമ്പ് മാത്രം മോഡിഫൈ ചെയ്ത് കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഈ ഒരു വാഹനത്തിൻ്റെ ബ്രൈറ്റ് ഉണ്ടെങ്കിൽ മോശമാണെന്നല്ല, എന്നാൽ പോലും ഫോഗ് ലാമ്പ് കുറച്ചുകൂടെ പവർഫുൾ ആണെങ്കിൽ നല്ല വിസിബിലിറ്റി കിട്ടുന്നതുകൊണ്ടാണ്. ഇനി അടുത്തായിട്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു സൈഡ് വ്യൂ മിററിൻ്റെ ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് ആക്ച്വലി കുറച്ചുകൂടെ ഡിസൈനിൽ ഒരു ആഫ്റ്റർ മാർക്കറ്റ് പ്രോഡക്റ്റ് അവർ ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 3 മോഡിഫിക്കേഷനാണ് മേജറായിട്ട് ചെയ്തിരിക്കുന്നത്. യൂഷ്വലി എല്ലാം ഫോർച്യൂണറിൻ്റെ അകത്തും വരുന്ന അതേ സൈഡ് മിറേഴ്സാണ്. ഇന്നോവ ക്രിസ്റ്റയായിട്ട് ഈ ഒരു വാഹനത്തെ പറ്റി കമ്പയർ ചെയ്യല്ല, എന്നാൽ പോലും ക്രിസ്റ്റേൻ്റെ ഒരു കംഫർട്ടും കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി ഡിഫറെൻ്റ്. ഇത് കുറച്ചുകൂടെ എന്താ പറയുക, നമുക്ക് ഏത് ഓഫ് റോഡിലും ഓൺ റോഡിലും എല്ലാത്തിലും കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഇപ്പോൾ ഞാൻ നോട്ടീസ് ചെയ്ത് 1-2 കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ക്രിസ്റ്റയ്ക്കകത്താണെങ്കിൽ പവർ മോഡും എക്കോ മോഡും മാത്രമാണ്. പക്ഷേ ഇതിനകത്ത് എക്കോ മോഡും നോർമൽ മോഡും അതോടൊപ്പം തന്നെ സ്പോർട്സ് മോഡ്, അങ്ങനെ 3 ഡ്രൈവിംഗ് മോഡ്സ് അവൈലബിൾ ആണ്. ഈ ഒരു വാഹനത്തിന് ഹെഡ് ലാമ്പിലേക്ക് നോക്കുമ്പോൾ BI beam LED ഹെഡ്ലൈറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പവർഫുൾ ഹെഡ്ലൈറ്റ്സ് ആണ്. പിന്നെ ഇതിൻ്റെ ടയർ പ്രൊഫൈലിലേക്ക് നോക്കുന്ന സമയത്ത് R17, അതായത് 17 ഇഞ്ച് അലോയ് വീൽസ് ആണ് വരുന്നത്. 265/65 R17 എന്ന് പറഞ്ഞ ടയർ സൈസിലാണ് വരുന്നത്. ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ മുകളിൽ ബ്രിഡ്സ്റ്റോണിൻ്റെ ടയേഴ്സാണ്. ടൊയോട്ട കൊടുക്കുന്നത് ബ്രിഡ്സ്റ്റോണിൻ്റെ ടയേഴ്സ് തന്നെയാണ് ഈ ഒരു ഫോർച്യൂണിൻ്റെ അത്. അപ്പോൾ ആ ഒരു സെയിം ടയർ തന്നെയാണ് നിലവിലുള്ളത്. പിന്നെ സൈഡ് പ്രൊഫൈലിലേക്ക് നോക്കുന്ന സമയത്ത് വലിയ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തമിഴ്നാടായതുകൊണ്ട് തന്നെ ഗ്ലാസ് ഫിലിം ഒട്ടിച്ചിട്ടുണ്ട്. ഇതൊന്നും അവിടെ പ്രശ്നമില്ല. പിന്നെ കാരണം അവിടെ നല്ല ചൂടുമാണ്, അത് മനസ്സിലാക്കാൻ പറ്റുന്ന നാട്ടുകാരും ഉദ്യോഗസ്ഥരുമാണ് അവിടെ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലുള്ളവർക്ക് ചൂടുന്ന ചെറിയൊരു വ്യത്യാസം അങ്ങനെ തോന്നും. എന്തോ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവാത്ത, ഏത് കാലത്താണ് ഇതൊക്കെ മനസ്സിലാവുന്ന പോലെ എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ഫിലിമൊക്കെ അവിടെ ഒട്ടിക്കാം, അതൊന്നും വലിയ പ്രശ്നമില്ല. അങ്ങനെ ഈ ഒരു സൈഡിൽ ഫിലിം ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വൈറ്റ് വാഹനത്തിനകത്തും ബ്ലാക്ക് വാഹനത്തിനകത്തും ഫിലിം ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ ആ ഒരു ഭംഗി ഈ ഒരു വാഹനത്തിന് എന്തായാലും ഉണ്ട്. ഇനി അടുത്തായിട്ട് പറഞ്ഞ് ഇതിനൊരു റിയൽ പ്രൊഫൈലിനകത്ത് ആക്ച്വലി 1-2 കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട്. 1-2 അല്ല, ഒരു കാര്യം മെയിനായിട്ട്, അതായത് ഇവിടെ ഫോർച്യൂണർ എന്നൊരു റെഡ് ലേബലിംഗ് വരുന്ന പോലെ, ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഫോർച്യൂണർ എന്ന് വരുന്ന പോലെ ഒരു ക്രോം ആഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇത് ആക്ച്വലി ലൈറ്റ്സ് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്രോം, പിന്നെ അതേപോലെ പിള്ളേരുടെ പേര് എഴുതി വെച്ചിട്ട് ഇറക്കി ഇതെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ നാട്ടിൽ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇവിടെ ഒന്നും ആവുന്ന പ്രശ്നമില്ല. പിന്നെ പുള്ളി അഡ്വക്കേറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു അഡ്വക്കേറ്റ് ലോഗോയും കൂടെ ഇവിടെ കാണാൻ പറ്റും. ആക്ച്വലി ഈ ഒരു വാഹനം പലപ്പോഴും ഞാൻ ഫ്രണ്ട് ആൻഡ് ബാക്ക് നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈവൻ സൈഡ് പ്രൊഫൈലിലൊക്കെ നോക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നു, എന്നെ കൂടുതലായിട്ട് ഈ ഒരു വാഹനത്തോട് അടുപ്പിക്കുന്നതായിട്ടൊരു കാര്യം ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. അപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 220 ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ പറയണേ. ഇപ്പോൾ ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് മുമ്പിൽ ഫോർച്യൂണറാണ് പോകുന്നതെങ്കിൽ ഫോർച്യൂണറിൻ്റെ ബാക്ക് മുതൽ ഫ്രണ്ട് വരെയുള്ള അടിവശം നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അത് മറ്റു വാഹനങ്ങളൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ എൻ്റെ പോലെ കാണാൻ പറ്റും കേട്ടോ. ഇപ്പോൾ രണ്ടും ഓൾമോസ്റ്റ് സെയിം ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. അപ്പോൾ അത് ആക്ച്വലി ഈ ഒരു വാഹനത്തിൻ്റെ എനിക്ക് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് കാണാം. ആക്ച്വലി ഇതിനകത്ത് കയറി ഇരിക്കുന്നതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണോ. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഈ ഇന്നോവ ക്രിസ്റ്റയ്ക്കകത്ത് കയറിയ സമയത്ത് അതിൻ്റെ അകത്തിരിക്കുന്നൊരു സീറ്റിംഗ് പൊസിഷൻ ഭയങ്കര രസമാണ്. കാരണം ഇങ്ങനെ ഒരു സ്റ്റെയറിംഗ് പിടിച്ചിരിക്കാൻ ഭയങ്കര ഫീലാണ്. പക്ഷേ ഇതിനകത്ത് കയറുമ്പോൾ അത് ഒന്നുകൂടെ അപ്ഗ്രേഡ് ചെയ്തപോലെ എനിക്ക് തോന്നിയത്. പിന്നെ ഇൻറ്റീരിയർ അല്ല, ഫുൾ ബ്ലാക്ക് ഇൻറ്റീരിയർ ആണ് വരുന്നത്. പിന്നെ ഇത് 2023 മോഡലായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് വെന്റിലേറ്റഡ് സീറ്റും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ സ്റ്റെയറിംഗ് വേണ്ടില്ല, ഭയങ്കര ക്യൂട്ടാണ്. പിന്നെ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്കിവിടെ പാഡൽ ഷിഫ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ പാഡൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സാധനമാണ്. എന്തോ നിർഭാഗ്യവശാൽ ഇപ്പോൾ നിലവിൽ ഞാൻ ഉപയോഗിക്കുന്ന വണ്ടിയിലൊന്നും പാഡൽ ഷിഫ്റ്റ് ഇല്ല. പിന്നെ നമുക്ക് നല്ലൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം അത്യാവശ്യം വലിയതൊന്നും വരുന്നുണ്ട്. ഇവിടെ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതൊന്നും ഡിജിറ്റൽ അല്ല, എല്ലാം സ്വിച്ചസ് ആണ്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ഓട്ടോമാറ്റിക് ആണ്. ഈവൻ നോബൊക്കെ നല്ല ഭംഗിയാട്ടോ. ഫോർച്യൂണർ വരുന്നില്ലല്ലോ, വന്നു, ഫോർച്യൂണർ വന്നു. അപ്പോൾ ഇങ്ങനെയാണ് ആക്ച്വലി ഫോർച്യൂണർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനകത്ത് വരുന്നത്.
കറണ്ട് കിലോമീറ്റർ 8.8 കിലോമീറ്റർ പെർ ലിറ്ററാണ് വരുന്നത്. ഏകദേശം 10 മുതൽ 12 കിലോമീറ്റർ പെർ ലിറ്ററാണ് ഈ ഒരു വാഹനത്തിന് മൈലേജ് വരുന്നത്. പിന്നെ നേരത്തെ കണ്ടില്ല ഇൻറ്റീരിയർ നല്ല ഭംഗിയാണ്. ബ്ലാക്ക് ഇൻറ്റീരിയർ ആയതുകൊണ്ട് തന്നെ അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഡ്രൈവിംഗ് മോഡ്സ് ഇവിടെ കാണാൻ പറ്റും. എക്കോ, നോർമൽ, സ്പോർട്ട്. അപ്പോൾ ഈ 3 മോഡ്സ് ആണല്ലോ ഇപ്പോൾ നിലവിൽ. ഇത്രയും നേരം ഞാൻ ഓടിച്ച് നോർമൽ മോഡിലാണ്. എക്കോ മോഡിൽ ഓടിച്ചപ്പോൾ ഭയങ്കര ലാഗ് തോന്നി. ലാഗ് ഇൻ ദ സെൻസ് അത് ബെറ്റർ ഫ്യൂൽ എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ടാണത്. സ്പോർട്സ് മോഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഉള്ളതും പോലെ കിട്ടില്ല. പിന്നെ ഇതിൻ്റെ കീ ഇതാ ഇങ്ങനെയാണ് വരുന്നത്. ഫോർച്യൂണറിൻ്റെ ഒരു ലോഗോ എൻ്റെ ബാക്ക് സൈഡിൽ കാണാൻ പറ്റും. അതേപോലെ ലോക്കിംഗ്, അൺലോക്കിംഗ്, അതേപോലെ തന്നെ ഡിക്കി ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ചെറിയൊരു സ്പേസ് കാണാം. കൈയിടാനാണോ അതോ എന്തെങ്കിലും പേപ്പറൊക്കെ വെക്കാനാണോ എന്നറിയില്ല. പിന്നെ അതാ ഇവിടെ വെന്റിലേറ്റഡ് സീറ്റ്സിൻ്റെ കാണാൻ പറ്റും. വെന്റിലേറ്റഡ് സീറ്റ് അടിപൊളിയാണ്. ഈ ഒരു കാരണത്ത് വേണ്ട ഒരു ഫീച്ചർ തന്നെയാണ്. പിന്നെ നമുക്ക് ക്രിസ്റ്റിക്കകത്തുള്ളതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു കപ്പ് ഹോൾഡർ കാണാൻ പറ്റും. അതിങ്ങനെ അടച്ചു വെച്ചാൽ കഴിഞ്ഞു. അതേപോലെ പ്രസ് ചെയ്താൽ തിരിച്ചിങ്ങ് പോരും. നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണത്. ചില കാരണത്തൊക്കെ ഉള്ള പോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഞെരിക്കുകയൊന്നും വേണ്ട. ഇതാ ഹോമിലേക്ക് ഇടുന്ന സമയത്ത് ഇതാണ് ഒരു ബേസിക് സ്റ്റാൻഡേർഡായിട്ട് വരുന്നൊരു ഹോം പേജ് എന്ന് പറയുന്നത്. പിന്നെ ഇത് ഫോൺ നിലവിൽ കണക്റ്റഡ് അല്ല. പിന്നെ ലേറ്റസ്റ്റും അതേപോലെ ക്രൂയിസ് റേഞ്ചും എത്രയാണെന്നുള്ളത് റേഞ്ചാണെന്നുള്ളത് കാണാൻ പറ്റും. ഇപ്പം ഓരോ ട്രിപ്പിനകത്ത് എങ്ങനെയാണ് ഇത് വർക്ക് ആവുന്നുള്ള, എത്ര മൈലേജ് വരെ 30 കിലോമീറ്റർ പെർ ലിറ്റർ എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഇതൊരു വിരോധാഭാസമാണ്, ഒരിക്കലും കിട്ടാത്ത സാധനം അത്. ഇപ്പോൾ എന്തായാലും 30 കിലോമീറ്ററിന് കാര്യം വിട്ടേക്ക്. പിന്നെ ദ ലേറ്റസ്റ്റ് റേഞ്ച് ഇപ്പോൾ നിലവിൽ എത്രയാണ് ഇതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ ബ്ലൂടൂത്ത് നിലവിൽ കണക്റ്റഡ് അല്ലാത്തതുകൊണ്ടാണത്. പിന്നെ ഇതാ ഇവിടെ എല്ലാ ടൊയോട്ടോ വാഹനങ്ങളിലും കാണുന്ന പോലെ തന്നെ നമുക്കൊരു ടൈം ഇവിടെ കാണാൻ പറ്റും. പല വാഹനങ്ങളും ഇത് മിസ് ചെയ്യുന്നൊരു കാര്യമാണ്. എന്നാൽ പോലും ഇതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്കും തോന്നി. പിന്നെ നമുക്കത് AC വെൻറ്റ് കാര്യങ്ങൾ, ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം നമുക്കിവിടെ ഉണ്ട്. ശരിക്കും ഈ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കാൻ മാത്രമല്ല ഓടിക്കാനും. ഫോർച്യൂണർ എന്തായാലും നമ്മൾ സ്വന്തമായിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ അവസരങ്ങളിൽ സ്ഥിരമായിട്ട് ഓടിക്കുന്ന ഒരു വാഹനമാണത്. ഫസ്റ്റ് നമുക്ക് ഈ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത് കേൾക്കാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ സാധ്യത കുറവായിരിക്കും. എന്നാലും ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. കുടു കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. അതിന് കുടുകുടുവെന്നും പറഞ്ഞിട്ട് അത് ട്രോളണ്ട. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വലിയ സൗണ്ടൊന്നുമില്ല. കാരണം ഭയങ്കര പാക്ഡ് ആയിട്ടുള്ളൊരു വെഹിക്കിളാണിത്. അതുകൊണ്ട് തന്നെ പുറമേയുള്ള സൗണ്ടോ കാര്യങ്ങളൊന്നും നമുക്ക് ഉള്ളിൽ അങ്ങനെ കാര്യമായിട്ട് കേൾക്കില്ല. അതിന് നമുക്ക് ജസ്റ്റ് ഡ്രൈവ് ചെയ്യാം. ഇപ്പം നമ്മളിപ്പോൾ നിലവിലുള്ളത് ആദിയോഗീൻ്റെ ഫ്രണ്ടിലാണ്. കർണാടകയിലെ ചിക്കബല്ലാപൂരിലുള്ള പബ്ലിക് റോഡിലല്ല നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്തത്. ഞാൻ എന്തെല്ലാം ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം. ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ എഞ്ചിൻ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഞാൻ കേൾക്കുന്നില്ല. നല്ല അടിപൊളിയാണ് ഓടിക്കാൻ. പിന്നെ ഈ ഒരു വാഹനത്തിനകത്ത് ആക്ച്വലി 8 സ്പീക്കേഴ്സും 2 ട്വീറ്റേഴ്സും ഉണ്ട്. അപ്പം ഈ കാണുന്നതാണ് ട്വീറ്റേഴ്സ്. സൗണ്ട് ക്ലാരിറ്റി എല്ലാം നല്ല അടിപൊളിയാണ്. പിന്നെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് 3 ഡ്രൈവിംഗ് മോഡ്സ് വരുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്കോ മോഡ്, നോർമൽ മോഡ്, പവർ മോഡ്. അപ്പോൾ പവർ മോഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വണ്ടി പറക്കും. 4-5 തവണ ഇതിൻ്റെ മുമ്പ് ഉള്ളിൽ നിന്ന് യൂട്ടേൺ അടിക്കുന്നു. അധികം ഇവരിപ്പോൾ പറഞ്ഞു വിടുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം എന്തായാലും നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇത്രത്തോളമാണ് ഇൻറ്റീരിയറിൽ വരുന്നത്. ഇൻറ്റീരിയറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ബ്ലാക്ക് ഇൻറ്റീരിയറൊക്കെയാണ്, നല്ല രസമാണ്. ഉള്ളിലിരുന്ന് നമുക്കൊരു ഭയങ്കര ഫീൽ തന്നെ കിട്ടും. അപ്പോൾ ഇത്രത്തോളമാണ് നമ്മുടെ ഈ ഫോർച്യൂണറിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് ട്രാവൽ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക് വഴി വരുന്നുണ്ട്.